ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഒരു ക്രിസ്മസ് കൂടി ആഘോഷിക്കുവാനായിട്ട് പിതാവിന്റെ കരുണയിൽ നമുക്ക് അവസരം ലഭിക്കുകയാണ്. മനുഷ്യകുലത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ പൂർത്തീകരിച്ച പദ്ധതികൾക്ക് നന്ദി പറയുവാനും പൂർത്തീകരിക്കാനുള്ള പദ്ധതികൾക്കായിട്ട് ഒരുങ്ങുവാനും ഈ ക്രിസ്മസിന്റെ അവസരങ്ങൾ നമുക്ക് വിനിയോഗിക്കാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകന്മാർ വഴി വാഗ്ദാനം ചെയ്ത സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയായ യേശു ക്രിസ്തു എന്ന രക്ഷകന്റെ ജനനം ആ വാഗ്ദാനം പൂർത്തീകരിച്ചു. അതുവഴിയായിട്ട് ഈശോ ഈ ലോകത്തിലേക്ക് വരികയും പീഡകളേറ്റ് സഹിച്ച് കുരിശുമരണം വഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ആ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ നമുക്ക് സ്വർഗത്തിന് അവകാശികളായി മാറി, ദൈവത്തിന്റെ പുത്രനും പുത്രിയുമായി മാറി, നിത്യജീവന അവകാശികളായി. ആദിമാതാപിതാക്കൾ ആദവും ഹവ്വയും നഷ്ടപ്പെടുത്തിയ ആ പർദീസ അനുഭവത്തിലേക്ക് നമുക്ക് അനുമതി ലഭിച്ചു. ഒരു സഹോദരങ്ങളെ, ഈശോയുടെ 2 വാഗ്ദാനങ്ങളായിരുന്നു. ഒന്ന്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും, ഞാൻ എന്റെ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ഒരു സഹായം നൽകുകയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചു. അപ്പസ്തോലന്മാർക്ക് പെന്തക്കോസ്താ തിരുനാളിൽ ലഭിച്ചു. അവരുടെ കൈവെപ്പിലൂടെ മാമോദീസ സ്വീകരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമുക്കെല്ലാവർക്കും മാമോദീസയിലൂടെ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. ആ വാഗ്ദാനം പൂർത്തിയാക്കി. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ജീവിതം കൊണ്ട് 2ാമത്തെ വാഗ്ദാനം പൂർത്തിയാക്കുവാനാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. ഈശോ തന്ന വാഗ്ദാനം ഇതാണ്: എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്കായി വാസസ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ തിരികെ കൊണ്ടുപോകും. അതാണ് നമ്മുടെ ഒരുക്കം. അതിനു വേണ്ടിയിട്ടാണ് നാം കാത്തിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ക്രിസ്തുവില്ലാത്ത ക്രിസ്മസും നമ്മുടെ രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശിനെ അവഗണിച്ചുകൊണ്ട്, വിശുദ്ധ കുർബാനയെ അവഹേളിച്ചുകൊണ്ട് ലോകം മുമ്പോട്ട് പോകുമ്പോൾ ഈ പാപികൾക്ക് വേണ്ടി, ഈ അപരാധം ചെയ്യുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിഹാരം ചെയ്ത് അവരുടെ മാനസാന്തരത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരും ഈശോ വരുമ്പോൾ വലതുഭാഗത്ത് ചേരുവാനും ആ സ്വർഗീയ ഭവനത്തിൽ എൻട്രി കിട്ടുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ തെരഞ്ഞെടുപ്പ് വഴി വിശുദ്ധ പത്രോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നാം തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, രാജീയ പുരോഹിത ഗണമാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, വിശുദ്ധ ജനതയാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ നന്മകൾ പ്രകീർത്തിക്കണം. അതാണ് നമ്മെക്കുറിച്ചുള്ള പദ്ധതി. പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, യേശുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. നമുക്ക് തീരുമാനിക്കാം. ക്രൂശിതനെ കുറിച്ച് കൂടുതൽ അറിയാൻ വചനത്തിൽ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് അറിയുവാനും മറ്റുള്ളവരെ അറിയിക്കുവാനും നമുക്ക് നിലപാടുകൾ എടുക്കാം. സഹോദരങ്ങളെ, ഭൂരിഭാഗവും ആഘോഷത്തിലാണ്. പൗലോസ്ലീഹ പറയുന്നത് പോലെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട വിഭാഗം ഈ കാലഘട്ടത്തിലുമുണ്ട്. ഈശോയുടെ ജനസമയത്തും മരണസമയത്തും എന്നും ഒരു ന്യൂനപക്ഷം മാത്രമേ സ്വർഗത്തോട് ചേർന്ന് സ്വർഗത്തിന് വേണ്ടി നിലപാടുകൾ എടുക്കുന്നുള്ളൂ. അതിനാൽ സഹോദരങ്ങളെ, ഭൂരിഭാഗം ആഘോഷത്തിലാണ്. നമ്മളും ആഘോഷത്തിന്റെ തിരയിൽ പരിശുദ്ധമ്മയുടെ ജപമാലയുടെ 5ാം രഹസ്യം, സന്തോഷത്തിന്റെ രഹസ്യത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് പോലെ എവിടെയെങ്കിലും ആഘോഷം വഴിയായിട്ട് ഈശോയെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഒരു അവസരമാണ്. നമുക്ക് തിരിച്ചു നടക്കാം. ഈശോയെ അന്വേഷിച്ച് തിരിച്ചു നടക്കാം. ഈശോ പിതാവിന്റെ ഭവനത്തിൽ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കുകയാണ്. ആ ഭവനത്തിലേക്കുള്ള സ്വർഗീയ ഭവനത്തിലേക്കുള്ള എൻട്രിക്കായിട്ട് നമുക്കും യാചിക്കാം. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.